ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ എൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് കേട്ടോ. ഒരു കൽച്ചാടി പോയി ഒന്ന് കുളിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കാണാം. വാ. അപ്പോൾ നമ്മൾ എവിടേക്കാണ് പോകുന്നത്? കൽച്ചാടി. നീ എവിടേക്കാണ് പോകുന്നത്? കൽച്ചാടിക്കാണ്. എവിടേക്കാ? എന്തിനാണ് പോകുന്നത്? കുളിക്കണ്ട, ഷഡ്ഡി എടുത്തിട്ടുണ്ടോ? അപ്പോൾ ശരി, ഞങ്ങളെല്ലാവരും കൂടെ കൽച്ചാടി പോകും കേട്ടോ. ഓക്കെ, അപ്പോൾ നേരെ കൽച്ചാടി പോയിട്ടുള്ള വീഡിയോ കാണിച്ചു തരാം. ഈ സൈഡിലെ ചെറിയ തോട് എന്ന് പറയുന്നത് കൽച്ചാടി പുഴയിലെ വെള്ളമാണ് കേട്ടോ. ഈ തോട്ടിൽ കൂടെ വരുന്നത് അങ്ങനെ പോവും. അങ്ങനെ മറ്റേ അടിപ്പരൻ്റെ പുഴ പാത്തിക്കാനാണ് കേട്ടോ പോകുന്നത്. എടാ ഏത് പോയിക്കാ പോണേ? അപ്പൊ ഒന്ന് മൊത്തം ഐഫോണല്ല, മൊത്തം ഈ വഴിയില്ലേ, ഈ വഴി ഞാൻ പണ്ട് പോയപ്പോ ഇത്തിരി ഡേഞ്ചർ ആയിരുന്നു. ഇപ്പൊ എങ്ങനെയാണെന്ന് അറിയില്ല. കൽച്ചാടി പോകുമ്പോൾ അറിയാം കൽച്ചാടി പുഴയിൽ വെള്ളമുണ്ടോ അതോ അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ച് സോമനായിട്ട് വരണമെന്ന്. പക്ഷെ മഴ ഇവിടെ വളരെ കുറവാണ്. മലയ്ക്കൊക്കെ പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. മലയ്ക്ക് പെയ്താൽ മാത്രമേ ഉള്ളൂ കേട്ടോ മറ്റേ കൽച്ചാടി പുഴയിൽ വെള്ളം ഉണ്ടാവുന്നത്. ഈ സ്ഥലത്ത് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു ബൈക്കിനെ കുറിച്ചിട്ട്, യമഹയുടെ R15 V3 കുറിച്ചിട്ട്. കൽച്ചാടി എന്ന് പറയുന്നത് ഒരു കൊടും വനമാണ് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചുകൂടെ കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നേരെ നെല്ലിയാമ്പതി എത്താൻ പറ്റും കേട്ടോ. റോഡൊന്നുമില്ല, കാട്ടിൽ കൂടെ തന്നെ പോകണം. കാട്ടിൽ കൂടെ പോയാൽ തന്നെയാണ് നമുക്ക് നെല്ലിയാമ്പതി എത്താൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ ഒറ്റയ്ക്കൊന്നും പോകാൻ പറ്റില്ല. ഇവിടെയുള്ള ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് നമുക്ക് പെർമിഷൻ എടുത്ത് അവിടെ ഒന്ന് രണ്ട് പേര് കൂടെ വന്നിട്ട് വേണം കാടിനകത്തൂടെ സഞ്ചരിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ ബട്ടർഫ്ലൈസ് ഉണ്ട് കേട്ടോ. പലതരം കളറിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇഷ്ടം പോലെ ഉണ്ട്. ഏത് സൈഡ് പോയാൽ ഇമാതിരി ബട്ടർഫ്ലൈസിൻ്റെ ഓരോ കൂട്ടം കാണാം കേട്ടോ. എടാ വണ്ടിയില്ലേ, ആൾക്കാർ കാണാനോട് കൊണ്ടില്ലേ? ഇപ്പോൾ ഞങ്ങൾ നടക്കുന്ന വഴി മൊത്തം പ്രൈവറ്റ് ഏരിയ കേട്ടോ. അത് ഇഷ്ടംപോലെ റബ്ബറും കാര്യങ്ങളൊക്കെ കാണാം നിങ്ങൾക്ക്. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ദൂരം കൂടി പോയി കഴിഞ്ഞാൽ, കുറച്ച് ദൂരം കൂടി പറഞ്ഞാൽ ഒരു 1-2 കിലോമീറ്ററും കൂടെ പോകാനുണ്ട്. പോയി കഴിഞ്ഞാലാണ് അവിടെ തൊട്ട് അങ്ങോട്ട് അങ്ങനെ ഫുള്ളായിട്ട് ഫോറസ്റ്റാണ് കേട്ടോ. നെല്ലിയാമ്പതി വനമേഖല വരെയും ഫുള്ള് ഫോറസ്റ്റാണ്. ഇതുപടി കയറിക്കോ. ഞാൻ കാണുന്നില്ല. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ ഒരു സ്പോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ പിള്ളേരുണ്ട് കേട്ടോ, കുളിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ പേരുണ്ട്. കുറച്ച് ഇപ്പം നിങ്ങൾക്ക് കാണാം. ഓരോരുത്തന്മാർ അവിടെ പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ചിട്ടാണ് കേട്ടോ കുളിയും കാര്യങ്ങളെല്ലാം. അപ്പുറത്ത് ഇവിടെ നിൽക്കുന്ന ഇടത്തൊരു 7-8 അടി മറ്റേ ഹൈറ്റ് ഉണ്ട് കേട്ടോ. 8 അടിയോളം ഹൈറ്റിൽ മുങ്ങിപ്പോകും. നമ്മൾ അവിടെ നിന്ന് നമ്മളെയൊന്നും കാണാൻ പറ്റില്ല. ഒരു 7-8 അടി ഹൈറ്റ് ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ കൈ ചെറുതായിട്ടൊന്നും മേളിലേക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. ആ അറ്റത്താണ് കണ്ടോ, അവിടെ ഒരു വെള്ളം പോലെ കാണുന്നത്. അവിടെ നല്ല താഴ്ചയുണ്ട്. ഇവിടെ നമ്മുടെ പിള്ളേർ വേറെ നമ്മുടെ അടുത്തുള്ള കൂട്ടുകാരന്മാർ വന്നിട്ട് മറ്റേ പാട്ടും ബോക്സും കാര്യങ്ങളെല്ലാം സെറ്റായിട്ട് വന്നിരിക്കുന്നു കേട്ടോ. പിള്ളേർ ആർമാതായിട്ട് കളിച്ചോണ്ടിരിക്കണ്ട. നല്ല കളിയാണ്. ഒരുത്തൻ ചാടാൻ നിൽക്കുന്നത് കണ്ടോ. ഇത് കൽച്ചാടിയാണ് കേട്ടോ. കൽച്ചാടി നമ്മളെ കൽച്ചാടി കോളനി തൊട്ടടുത്തുള്ള പുഴയാണ് കേട്ടോ. അതോടെ ചാടി. നെക്സ്റ്റ് ചാടാ. ചാടിക്കോ. അയ്യേ ഇവന്റെ കല നോക്കിയായിരുന്നു. കുഴിയിൽ കാല് കുത്താൻ പറ്റുന്ന ചേട്ടാ. ഞങ്ങളിവിടെ ഈ നെന്മാറയ്ക്ക് ഇപ്പുറം കേട്ടോ. ഇപ്രാവശ്യം വർഷകാലം എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. മഴ തീരില്ല. മഴയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പരിസരമൊക്കെ ഇങ്ങനെ നല്ല അടിപൊളിയാണ് കാണാൻ കേട്ടോ. എന്തൊരു ഭംഗിയായിരിക്കും അറിയോ. മൊത്തം പച്ചപ്പ്. ഇവിടെ മൊത്തം വെള്ളം നിറഞ്ഞിട്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും കേട്ടോ കുളിക്കാൻ. നല്ല മഴക്കാല സമയത്തൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ ആണുങ്ങളായിട്ടും പെണ്ണുങ്ങളായിട്ടും കുട്ടികളായിട്ടും എല്ലാവരും കുളിക്കാനായിട്ട് ഈ പരിസരത്തൊക്കെ വരും കേട്ടോ. അപ്പോൾ വളരെ വെള്ളം കുറവാണ്. അതാണ് നിങ്ങളിപ്പോൾ ഇങ്ങനെ കാണുന്നത് കേട്ടോ. ഈ ആദ്യത്തെ സ്പോട്ട് നിങ്ങളിപ്പോൾ കണ്ടില്ലേ, ഇത്രയുള്ള വെള്ളം. കുറച്ചുകൂടെ മേളിൽ പോയി അതുപോലെ തന്നെ ഉള്ളൂ. കുറച്ച് ട്രെക്കിംഗ് ആണ്. ഇതുപോലെ ഉണ്ടുണ്ട കല്ലുകൾ കൂടെ ഞങ്ങൾ നടന്നു പോകേണ്ടി വരും കേട്ടോ.
നോക്കി നടന്നില്ലെങ്കിൽ വീടും പല്ലൊക്കെ പോകും. ഞങ്ങളവിടെ നിന്നപ്പോൾ ചെറുതായിട്ടൊന്ന് മഴ പെയ്തു കേട്ടോ, ചെറുതായിട്ടൊന്ന് നനച്ചിട്ട് പോയി. മഴ കുറച്ചുകൂടി പെയ്യണമായിരുന്നു അല്ലേ, എന്നാലാണ് സെറ്റ് ആവുള്ളൂ. നോക്ക് ഈ പാറയുടെ ഈ സൈഡൊന്നും നനഞ്ഞിട്ടേ ഇല്ല. ഓക്കെ നടക്കാം. എന്താലേ എടാ, ഇവിടുന്ന് എങ്ങനെയാ അങ്ങോട്ട് പോവാ? എവിടെ? ഞങ്ങള് കുറച്ചുകൂടി മുകളിലേക്ക് പോവാം. ഞങ്ങൾ പോകുന്ന വഴികളാണ് ഇത് കേട്ടോ, കണ്ടോ? അഡ്വഞ്ചറാണ്, മൊത്തം ഫുൾ അഡ്വഞ്ചറാണ്. എനിക്ക് ഫോൺ നോക്കാൻ പാടില്ല, ഫോൺ നോക്കിയാൽ ഞാൻ അപ്പോൾ താഴെ കിടക്കും. കുറേ നാളായി മഴയ്ക്ക് മാത്രം അത്യാവശ്യം മഴ പെയ്യുന്നതുകൊണ്ടാണ് ഈ പുഴയിലൊക്കെ വെള്ളം വരുന്നത് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ മലയ്ക്ക് പെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ സാധനമൊന്നും ഇവിടെ ഉണ്ടാവില്ല, ഇവിടെയൊക്കെ മൊത്തം വരണ്ട കിടക്കായിരിക്കും. നമ്മൾ ഇതിലെ കൂടെയാണ് ആദ്യം വരാൻ വേണ്ടി തീരുമാനിച്ചത്. നമ്മൾ കുറേ ദൂരം, ഒരു 1/2 കിലോമീറ്ററോളം ഇതിൽ കൂടെ നടന്നു. ഇനി വേണ്ട എന്ന് വെച്ചിട്ട് നമ്മളിപ്പോൾ കാട് ഏരിയ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അങ്ങനെ പോവാം. എന്തായാലും കുഴപ്പമില്ല, എന്തായാലും കണ്ടിട്ട് വരാം. മുകളിൽ എന്തോ കാണാനുണ്ടെന്ന് പറയണ്ടായിരുന്നു, എന്താണോ എന്നറിയില്ല. വ്യൂ പോയിന്റ് ആണോ അതൊന്നും എനിക്കറിയില്ല. നമുക്ക് പോയിട്ട് കാണാം കേട്ടോ, അവിടെ വെച്ച് കാണാം. ഇവിടെ ഫെൻസിങ് ഉണ്ട് കേസ്. ഇത് കണ്ട ഈ കറുത്ത ഒരു സംഭവം, അത് കഴിഞ്ഞിട്ട് ഈ സംഭവം കണ്ടോ, ഇതെല്ലാം ഫെൻസിങ് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങനെ ഇപ്പോൾ ഉറപ്പൊന്നുമില്ല. എടാ തിരിച്ചു വരുമ്പോഴേ ഇതിന് പിടിക്കാൻ നിൽക്കണ്ട, അപ്പഴാ ഓളാക്കാന്ന് അറിയില്ല കേട്ടാ. ശരി, ഇവിടെ ആനപ്പുണ്ടാവും. ഈ ഏരിയ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വന്ന് കയറുന്നത്. വേണ്ട മരം, ശിവലിംഗം പോയില്ല മരം കാണുമ്പോൾ. അപ്പുറം ഇപ്പുറം കൂടെ പിന്നെ സെൻറ്ററിൽ കൂടെ ഒരു ഇത്. നീ ട്രൗസർ കുടിച്ച് അടിക്കോ, കുഴപ്പമില്ല കേട്ടോ. ഇവിടെ അധികം ആരും വന്ന് കുളിക്കാത്ത ഒരു ഏരിയ ഉണ്ടോ, ഉണ്ടോ? പാറകൾ കണ്ടോ, നിങ്ങൾക്ക് ഇമാതിരി പാറകൾ. ഇതാണ് കൽച്ചാടിപ്പുഴ. ഞങ്ങൾ മുകളിൽ കൂടെ വന്നതാണ് കേട്ടോ. അപ്പോൾ മുകളിലത്തെ പുഴയ്ക്ക് കയറാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. സംഭവം കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതാ വലിയൊരു മരം പൊട്ടി കിടക്കുന്നുണ്ട്, അതിന് മുകളിൽ ഇതാകാൻ കിടക്കുന്നുണ്ട്, കളിക്കുന്നു. കളിച്ചാടി വന്ന് മലവെള്ളത്തിൽ ഒരു സുഖമായിട്ട് ഒരു കുളിയൊക്കെ പാസ്സാക്കി ഞങ്ങൾ തിരിച്ചിറങ്ങി. ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടാനൊന്നും പറയാനൊന്നുമില്ല. അതിൽ അത്രയ്ക്ക് മാത്രം വീഡിയോസൊന്നും ഇല്ല അതിൽ. 1-2 വീഡിയോസ് അതൊന്നും വലിയ കാണാനും ഗുണമില്ല. എന്നാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും കൂടെ ചെയ്യുക, ഒന്ന് സബും കൂടെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഞാൻ അടുത്ത വീഡിയോ കാണും വരെ ബൈ, സീ യു.